കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡി അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. കേസന്വേഷണം ഇഴയുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച കോടതി ഇതുവരെയുള്ള കുറ്റപത്രങ്ങൾ ഹാജരാക്കാനും ഉത്തരവിട്ടു. കോടതി ഇടപെടലുകൾ അന്വേഷണത്തിന്റെ വേഗം കുറയ്ക്കുന്നെന്നായിരുന്നു ഇഡി അഭിഭാഷകന്റെ വാദം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ ഇഡി അന്വേഷണം ഉടൻ പൂർത്തിയാക്കണമെന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം ഇഴയുന്നതിൽ അതൃപ്തിയും ഹൈക്കോടതി പ്രകടിപ്പിച്ചു. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കുറ്റപത്രം ഹാജരാക്കണമെന്നുമാണ് ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതിയുടെ നിർദ്ദേശം. നിരന്തര കോടതി ഇടപെടലുകൾ മൂലമാണ് അന്വേഷണം വൈകുന്നത് എന്നായിരുന്നു ഇ ഡിയുടെ അഭിഭാഷകന്റെ വിശദീകരണം. സഹകരണ രജിസ്ട്രാറെ ചോദ്യം ചെയ്യുന്നത് കോടതി സ്റ്റേ ചെയ്തു. സ്റ്റേ നീക്കാൻ കോടതിയെ സമീപിക്കും. നിലവിൽ കരുവന്നൂരിനൊപ്പം 12 സഹകരണ ബാങ്കുകളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പകുതിയിലേറെ കേസുകളിൽ അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്നും ഇ ഡി വിശദീകരിച്ചു. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ അന്വേഷണം നേരിടുന്ന പ്രതി അലി സാബ്രിയുടെ ഹർജിയിലാണ് ഇ ഡിയുടെ വിശദീകരണം. കേസിൽ ഉൾപ്പെട്ടതിന് പിന്നാലെ അലി സാബ്രിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇ ഡി മരവിപ്പിച്ചു, സ്വത്തുക്കളും കണ്ടുകെട്ടി. ഇതേ തുടർന്ന് സാമ്പത്തിക ഇടപാടുകൾക്ക് പ്രശ്നം നേരിടുന്നു എന്നും അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണം എന്നും ആവശ്യപ്പെട്ട് അലി സാബ്രി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. റിപ്പോർട്ടർ, കൊച്ചി.